ഇന്ന് 2025 മെയ് 11 കേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര സ്ഥിരീകരിച്ചു. ഇന്ത്യ ശക്തമായി അപലപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ 94 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. 8 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 107 ഗ്രാം സ്വർണം മോഷണം പോയതായി പരാതി. 2025-ലെ SSLC ഫലം പ്രഖ്യാപിച്ചു. 100% തിളങ്ങി 2331 സ്കൂളുകൾ. സേ പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 2 വരെ. തിരൂരിലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സ്ത്രീകൾക്ക് പ്രായപരിധിയില്ലാതെ പഠിക്കാനുള്ള അവസരമൊരുക്കുന്നു. മലയാളം സിനിമയും ടെലിവിഷനും അറിയുന്ന നടൻ വിഷ്ണു പ്രസാദ് കരൾ രോഗത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു. മലയാള സിനിമ L2, എംപുരാൻ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്ത്. ആടുജീവിതം, ആവേശം എന്നിവയെ മറികടന്ന് മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള മലയാള സിനിമയായി മാറി. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈന വീണ്ടും പ്രതികരിച്ചു. ഇരുരാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇന്ത്യൻ എയർ സ്റ്റേഷൻ ആക്രമിച്ചെന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിരോധ മന്ത്രാലയം ക്ലാരിഫൈഡ്. പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണം തള്ളി. ഈ ആഴ്ച മലയാള സിനിമയിലെ പുതിയ റിലീസുകൾ ഉൾപ്പെടെ OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി മലയാള മനോരമ, മാതൃഭൂമി, ഇന്ത്യ ടുഡേ മലയാളം, 24 ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മാധ്യമം, മീഡിയ 1 എന്നിവ സന്ദർശിക്കുക.